ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഒപ്പം ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. എന്താണ് ബിഗ് ബോസ് വീട്ടിൽ ഇത് ചന്തയാണോ? കുറേ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ട് ഒരു ഹൗസിൽ കൊണ്ട് തള്ളിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇവർക്ക് എന്താണ്? എല്ലാവർക്കും ഒരാളെ പോലും എടുക്കാനില്ല കേട്ടോ. അതിൽ എല്ലാവർക്കും മെൻ്റലി എന്തോ പ്രോബ്ലംസ് ഉണ്ട്. ഒരാൾ പോലും അതിന് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നന്നായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാത്രം വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ വെസൽ ടീം നമ്മുടെ ഷാനവാസും അനുമോളാണ്. അപ്പോൾ അവരോട് ആര്യനും അക്ബറും നെവിനും കൂടി പറയുന്നുണ്ട്, പാത്രം വൃത്തിയാക്കിത്താ, ഞങ്ങൾക്ക് മാവ് കുഴയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ഷാനവാസ് പറയുന്നത് ഞങ്ങൾ കഴുകി വെച്ചതാണ്, നിങ്ങൾ വൃത്തിയാക്കി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഷാനവാസ്ക്ക് കഴുകി കൊടുക്കരുതിട്ട് അവർ തന്നെ കഴുകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ പറയുന്നുണ്ട്, ഇത് വെസൽ ടീം വൃത്തിയാക്കി കഴുകിയില്ലെങ്കിൽ നിങ്ങളിത് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്തോളൂ, അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വൃത്തിയില്ലാത്ത പാത്രം കുറച്ച് വൃത്തിയില്ല, സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് കൊണ്ട് സാബുമോനെ കണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് വൃത്തിയുണ്ടോ നോക്കി നോക്കി, ഇത് സാബുമോൻ പറഞ്ഞിട്ട് കുറച്ച് വൃത്തിക്കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കഴുകിയാൽ പോകുന്നതാണെന്ന്. അപ്പോൾ ഷാനവാസാക്ക് നാണം കെടുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ കഴുകി വെച്ചതാണ്, അപ്പോൾ അവർ കഴുകി കൊടുക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ബാക്കി ആരും അവിടെ വർക്ക് ചെയ്യുന്നില്ല. വെറുതെ ഇരുന്ന് ഇവർ 3 പേരുണ്ടാക്കുന്ന ഭക്ഷണം ഇതിനെ കുറ്റം പറയലും ഭക്ഷണത്തിന് നേരം വൈകലും പറയലാണ്. ബാക്കി എല്ലാവർക്കും വയ്യ ടാസ്കുകൾ ചെയ്തിട്ട്. അപ്പോൾ ഇവർ 3 പേരുണ്ടാക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ പാത്രം എങ്ങനെ വൃത്തിയാക്കി കഴുകി കൊടുക്കുക അവർക്ക്. പ്രശ്നം അതുമെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ വലിയ പ്രശ്നമാക്കി തീർത്തത് നെവിനാണ്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് വൃത്തിയില്ലായ്മയാണ് പ്രശ്നമായത്. അപ്പോൾ ഈ വെസൽ ടീം എന്താ വേണ്ടത്? അതൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഇതവർ ചെയ്തില്ല. അവസാനം ഇവർ തമ്മിൽ ഈ പാത്രത്തിൻ്റെ പേരും പറഞ്ഞ് അടി വഴക്കുമായി. ഷാനവാസ് പറഞ്ഞു കഴുകി കൊടുക്കില്ല, അനുമോൾ പറഞ്ഞു കഴുകി കൊടുക്കില്ല. അതിനിടയ്ക്ക് അനുമോൾ നെവിനും കൂടി പറഞ്ഞു. നെവിൻ പറഞ്ഞു, നിന്നെ ഇന്നലെ പൂമരത്തിൻ്റെ ചോട്ടി ഞാൻ കിടത്തി ഉറക്കിയില്ലല്ലോ, അതാണ് എൻ്റെ കഴിവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ പോടാ, നിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്, നിൻ്റെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോളും നെവിനും കൂടി അടിയുടെ ബഹളം അതിൻ്റെ ഇടയിൽ. അപ്പോൾ എന്നിട്ട് ഇവരെന്തോ പാലൊക്കെ എടുത്തിട്ട് നെവിൻ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സമയത്ത് ഷാനവാസ് വന്ന് പാല് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. നോക്കണ വയ്ക്ക് ആദ്യത്തെ പാല് പൊട്ടി നെവിൻ്റെ മേത്തേക്ക് പാല് പോകുന്നുണ്ട്. നെവിൻ ആ പാലെടുത്തിട്ട് ഷാനവാസിൻ്റെ തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട് പാല്. ആ ഒഴിക്കുമ്പോൾ ഷാനവാസ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നെവിനെ, എന്നുവെച്ചാൽ പിടിച്ച് നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ ഷാനവാസിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു വെച്ചു. ഇതിങ്ങനെ ഓളിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുന്ന് നെഞ്ച് പൊത്തി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നെഞ്ച് പൊത്തി പിടിച്ചിരിക്കുമ്പോൾ എല്ലാവരും ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. കൺഫെഷൻ ഷാനവാസ് പറയുന്നത് എനിക്ക് പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടെ കെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരോ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ കുറച്ച് നേരം കെടുത്തുന്നത്. എന്നിട്ട് അക്ബറും ആര്യനും കൂടി വരുന്നുണ്ട്. ഷാനവാസ്ക വേഗം കൺഫെഷൻ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നെവിൻ പറയുന്നുണ്ട് ഇത് ഇയാളുടെ ഒരു അഭിനയമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അഭിനയമല്ല, അയാളുടെ ശരിക്കുള്ള അസുഖം തന്നെയാണ് കേട്ടോ. അയാൾക്ക് ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുന്ന ആളാണ്. ആൾക്ക് ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ ലിവിങ് റൂമിൽ കൊണ്ടുവരുത്തില്ല. ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ലിവിങ് റൂമിൽ കൊണ്ടിരുത്തി നെവിനോട് എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. നെവിൻ എന്ന് വിളിക്കുമ്പോൾ നെവിൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നെവിൻ പറഞ്ഞനുസരിക്കില്ല, എണീറ്റ് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എണീറ്റ് നിർത്തിക്കുന്നുണ്ട്. നെവിനെ ബിഗ് ബോസ് കുറേ ശാസിക്കുന്നുണ്ട്. ഇതൊരാൾക്കും കയ്യാങ്കളിക്കുള്ള സ്ഥലമല്ല, ഇനി ഒരറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നെവിനെ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് നെവിനെ ഒരുപാട് കിടന്ന് ശാസിക്കുന്നുണ്ട്. നെവിൻ ഒന്നും മിണ്ടാതെ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്വയം ഇറങ്ങിപ്പോണതും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾ ഫൈനൽ കാണിക്കില്ല, ഇത് നെവിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ബാധകമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. നെവിൻ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അക്ബറിനെ കുറ്റം പറയുന്നുണ്ട്. മുഖം നോക്ക്, അവൻ്റെ മുഖം നോക്ക്, അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം, ഇവൻ പാട്ടുകാരനല്ല, ഇവൻ മഹാനടനാണ് എന്നൊക്കെ ആതിരായിരുന്നു പറയുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നെവിൻ പറഞ്ഞു കേട്ടോ, അയാൾ അഭിനയമാണ് പറയാം. ഷാനവാസ്കയുടെ കൈ കിടന്ന് വിറയ്ക്കുന്ന സമയത്ത് അയാൾ അഭിനയിക്കുകയാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നൂറ കിടന്ന് പറയാം. അപ്പോൾ സാബുമൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു ഇവർ അഭിനയിക്കുകയെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. നെവി അങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവരിതാ സ്ട്രെസ്സ് മാറ്റുന്ന സിഗരറ്റ് വലിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പൂര അടിയാണ് കേട്ടോ.